നമ്മുടെ പ്രകാശ് ചേട്ടന് പൊന്നാട അലയിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം തന്നെ ഒരുപാട് വേദികളിൽ തന്റെ തനതായ ശൈലി കൊണ്ടാടിയ പുതുവായി സുനിയേട്ടൻ നമ്മള് കാവ്യമെന്ന് വളരെ സന്തോഷപൂർവ്വം സ്നേഹപൂർവ്വം വിളിക്കുന്ന നമ്മുടെ സ്വന്തം കാവ്യം. അടുത്തതായി മൊമെന്റോ നൽകുന്നത് നമ്മുടെ ഡോക്ടർ സാറാണ്. നമ്മുടെ കരിക്കലായി അർജുനേട്ടൻ കൊടുത്ത് ഓക്കെ നല്ലൊരു കയ്യടി കൊടുക്കേ. ഞങ്ങൾക്കൊരു പ്രത്യേക എയിം കൂടെ ഉണ്ടായിരുന്നു. യേശുദാസ് സാറിന്റെ കയ്യിൽ നിന്നും മൊമെന്റോ വാങ്ങുന്നതിന് മുന്നേ ഞങ്ങളെ നാട്ടുകാരുടെ കയ്യിൽ നിന്നും മൊമെന്റോ കിട്ടണം എന്നുള്ള സ്വകാര്യ അഹങ്കാരം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അത് ഇന്നിവിടെ നടത്തുകയാണ് ചെയ്തത്. നിങ്ങളോട് കേരള മാപ്പിള കലാശാല പീർ മുഹമ്മദ് പുരസ്കാരം നേടിയ നമ്മുടെ മണ്ടൂർ പ്രകാശേട്ടൻ നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നു. അദ്ദേഹത്തിന് ഞങ്ങളറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യാനുണ്ട്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. സത്യത്തിൽ എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ എൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ, അത്രത്തോളം ഉണ്ട്. കാരണം ഞാനൊക്കെ തുടങ്ങിയ ഞങ്ങൾ ഈ ഫീൽഡിലേക്ക് വരുന്നത് ഈ പരിസരങ്ങളിലാണ്. മാസ് മണ്ണൂരും അതുപോലെ നമ്മുടെ റെഡ് സ്റ്റാർ കലാസമിതി, ഞാനും എന്താ കാവ്യം, ഞങ്ങൾ സത്യത്തിൽ നിങ്ങളൊക്കെ ഞങ്ങൾ വെറുപ്പിക്കരുതെന്നാ പറയില്ലെന്ന്. ജയനൊക്കെ എന്താണോ പണി, നിങ്ങളെ കൊണ്ട് ഭയങ്കര അക്രമാണെന്ന് പറയാം അന്നത്തെ കാലത്ത്. കാഴ്ച കളിയാക്കല, കാരണം വെച്ചാല് അത് നല്ലൊരു കളിയാക്കല, നമുക്കൊരു പ്രചോദനമാണ്. അപ്പൊ ഞങ്ങൾ പിന്നെ മത്സരിക്കും, രാത്രി 12 മണിക്ക് പോകും. എന്നാലും അത് വളരെ ആ കാലഘട്ടം എന്ന് പറയുമ്പോൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അന്ന് നമ്മുടെ തരങ്കിണിന്റെ പാട്ടുകൾ, തരങ്കിണിയിൽ വരുന്ന ഓണപ്പാട്ടുകൾ, ലളിതഗാനങ്ങൾ, ഇതൊക്കെ നമ്മുടെ സുരേഷിന്റെ കടയിൽ വെച്ചിട്ട് പ്ലേ ചെയ്തിട്ട് കേൾക്കുക. വേറെ വീട്ടിൽ ചിന്തയില്ല. അപ്പൊ ഞങ്ങളെല്ലാവരും ആ ടീനേജ് പ്രായമാണ്. അപ്പോൾ പാട്ടിനോടുള്ള ഭയങ്കര ആസക്തി എനിക്ക്. സുനി, അതുപോലെ നമ്മുടെ ശിവേട്ടൻ, ശ്രീമേട്ടൻ ഇപ്പോഴില്ല. നമുക്ക് ഇതൊക്കെ അവസരം ഉണ്ടാക്കി തന്നത് വേറെ ആളാണ്. ഞങ്ങൾക്ക് ഇതൊക്കെ പാടി ഇടയ്ക്ക് ക്ലബിൽ കയറിയിട്ട് ഇങ്ങനെ പാടി റെഡിയാക്കും. ഒരു ഇതൊക്കെ ഒപ്പിച്ച് പെട്ടിന്ന് അവരൊക്കെ വെച്ച് ഇങ്ങനെ ഒപ്പിച്ച് കുറെ കുറവുകൾ ഒന്നും അറിയില്ല പറ്റി. നമ്മളെ ഞാൻ നല്ല പാട്ടാണ്, കേൾക്കുന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിനൊക്കെ അവസരം ഉണ്ടാക്കി തന്നെ നമ്മളെ പ്രകാശേട്ടൻ, നമ്മുടെ പുള്ളിക്കൽ പ്രകാശേട്ടൻ, അവരുടെ സൗണ്ട്, പുരുഷേട്ടൻ്റെ ബ്രദേഴ്സ് ലൈറ്റ് ആൻഡ് സൗണ്ട്സ്, ആ സൗണ്ട്സ് പ്രകാശേട്ടൻ ഓപ്പറേറ്റർ ഉണ്ടാവുക. എല്ലാ കല്യാണ വീടുകളിലും ഞങ്ങൾ പോയി പരിപാടി അന്വേഷിക്കേണ്ട, പ്രകാശേട്ടൻ ഒരു പരിപാടി ഉണ്ടാക്കിയിട്ടുണ്ടാവും. മൂപ്പര് അവിടെ ഒരു പരിപാടി സെറ്റ് ചെയ്തിട്ട് ഞങ്ങളെ അവിടെ കൊണ്ടുപോവുക. അങ്ങനെ ഒരുപാട് വേദികൾ ഇങ്ങനെ ചെയ്യാൻ പറ്റി. അതിലൂടെ അങ്ങനെ കുറേ ഒറ്റങ്ങളും കുറവുകളൊക്കെ മാറ്റി ഇങ്ങനെ ഇപ്പോഴും അത് ശരിയായി. എന്നാലും ഇങ്ങനെ ഇത്ര കാലം, അതിപ്പോൾ ഒരു 40 വർഷം, 40 വർഷത്തിന് മുമ്പുള്ള കാര്യമാണ്. ഞങ്ങളൊക്കെ ഒരു 16-17 വയസ്സുള്ള പ്രായങ്ങളുള്ള കാര്യങ്ങളാണ്. അന്ന് ഈ ബൈജു ഒക്കെ എനിക്കറിയാം, ചിന്ന പയ്യന്മാരെ ബൈജു, അത് ബിജു ഒന്നും ശരിക്കും ഇല്ല തോന്നിക്കില്ലേ? ഇല്ല ബിജു ഒന്നും ജനിച്ചില്ല. പിന്നെ ഇപ്പോൾ സന്തോഷം.